നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? ആൻസർ തദ്വത് തദ്ധിതം. തദ്വത് തദ്ധിതം എന്ന് വെച്ചാൽ തദ്വത് എന്ന വാക്കിന് അതുപോലുള്ളത് എന്നാണ് അർത്ഥം. പ്രത്യയം എന്ന് വെച്ചാൽ അനാണ്. അത് ഉദാഹരണം മടിയൻ എന്ന് വെച്ചാൽ മടിയുള്ളവൻ, തെക്കൻ എന്ന് വെച്ചാൽ തെക്കുള്ളവൻ എന്നാണ്. അപ്പോൾ ഇവിടെ തെക്കൻ കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ തദ്വത് തദ്ധിതമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തെറ്റായ വാക്യഭാഗം ഏത്? ഇവിടെ തെറ്റായ വാക്യഭാഗം എന്ന് പറയുന്നത് 1000 തേങ്ങകൾ എന്നതാണ് തെറ്റായിട്ടുള്ള ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹമുള്ള ആളാണ് പിപഠിച്ചു. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപഠിച്ചു. ആളി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദമാണ് വണ്ട്. ആളി എന്ന വാക്കിന് പര്യായപദമല്ലാത്തത് വണ്ട്. മേയനാമത്തിന് ഉദാഹരണമായി പറയുന്ന രൂപം എന്ന് പറയുന്നത് നിലാവ്. മേയനാമത്തിന് ഉദാഹരണം നിലാവ്. ഉന്മൂലനം എന്ന വാക്കിന് വിപരീത പദമായി വരുന്ന പദമാണ് നിമീലനം. ഉന്മീലനം, നിമീലനം. ഉന്മീലനത്തിൻ്റെ വിപരീത പദം നിമീലനം. ശരിയായ രൂപം ധാർഷ്ട്യക്കാരൻ. ധാർഷ്ട്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടം പിരിച്ചെഴുതോ. ഈ പ്ലസ് ഇടമാണ് ഇവിടം. ഉത്സവം തുടങ്ങി, ഇനി ബഹളത്തിൻ്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏത് വാക്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇത് മഹാവാക്യത്തിൽ ഉൾപ്പെടുന്നു. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം അഴകുള്ള ചക്കയെ ചുളയില്ല. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ തെക്കൻ കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ തെക്കൻ എന്ന് പറയുന്നത് തദ്വത് തദ്ധിതത്തിൽ വരുന്നതാണ്. തെറ്റായ ഭാഗം എന്ന് പറയുന്ന 1000 തേങ്ങകളാണ്. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപഠിച്ചുവാണ്. ആളി എന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്തത് വണ്ട്. മേയനാമത്തിന് ഉദാഹരണമായി പറയുന്ന പേര് നിലാവ്. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീതം നിമീലനം. ശരിയായ രൂപം ധാർഷ്ട്യക്കാരൻ. ഇവിടം പിരിച്ചെഴുതുമ്പോൾ ഈ പ്ലസ് ഇടം. ഉത്സവം തുടങ്ങി, ഇനി ബഹളത്തിൻ്റെ പൊടിപൂരം. ഇത് ഏത് വാക്യവിഭാഗത്തിൽ പെടുന്നു? മഹാവാക്യം. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റിയലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. അഴകുള്ള ചക്കയെ ചുളയില്ല.